അമേരിക്കയിലെ കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസിലും പടർന്നുകൊണ്ടിരിക്കുന്ന തീയിനെ കുറിച്ചാണ് ചൂടേറിയ ചർച്ച എന്ന് പറയുന്നത്. അവിടെ നിന്ന് വരുന്ന ഓരോ വാർത്തകളും അതിന്റെ ഭീകരമായ അവസ്ഥയാണ് നമ്മളെ തെര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ കാറ്റടിച്ച് ഏകദേശം 46,000-ഓളം ഏക്കർ വരുന്ന സ്ഥലങ്ങളടക്കം അഗ്നിക്കിരയായി. ഒരിക്കലും കണക്കാക്കാൻ കഴിയാത്ത വലിയൊരു സംഖ്യയുടെ നാശനഷ്ടം നിലവിൽ തന്നെ അവിടെ സംഭവിച്ചു കഴിഞ്ഞു. കോടീശ്വരന്മാരായി ഒരു വേള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നന്മാർ അധിവസിക്കുന്ന ആളുകളുടെ കൂരകൾ, അവരുടെ വീടുകൾ എല്ലാം കത്തി നശിച്ച് അഭയാർത്ഥി ക്യാമ്പുകളിലെ അംഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീതിജനകമായ സാഹചര്യമാണ് അവിടെയുള്ളത്. തങ്ങളാണ് ലോക പോലീസ്, തങ്ങളുടെ കൈകളിലാണ് എല്ലാം ഉള്ളത്, ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കാനുള്ള എല്ലാവിധ ശേഷിപ്പും ഞങ്ങൾക്കുണ്ട് എന്ന് വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കത്തിയാളുന്ന ആ തീയിനൊന്ന് അണക്കാൻ പോലും അവരുടെ ആധുനിക മെഷീനറികളെ കൊണ്ട് പോലും കഴിയാത്ത, തീർത്തും കൈമലർത്തി നിന്നു പോകുന്ന, വാവിട്ട് കരയുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ വിശ്വാസികളെ നമുക്ക് ചിലതൊക്കെ ഓർക്കാനും പഠിക്കാനും പറഞ്ഞു കൊടുക്കാനുമുണ്ട്. നമ്മൾ ഒരിക്കലും ഇത് അള്ളാഹു അവർക്ക് നൽകിയ ഒരു ശിക്ഷയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് തരമില്ല. കാരണം വഹി നിലച്ച കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ മുൻകാലത്തുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ശിക്ഷകളുടെ രീതികളും എന്തുകൊണ്ട് അവർക്ക് ഭീമാകാരമായ ശിക്ഷകളൊക്കെ റബ്ബ് നൽകി എന്ന കാരണങ്ങളും വിശുദ്ധ ഖുർആനിൽ ഇപ്പോഴുമുണ്ട്. നമ്മൾ പച്ചയായി ഓതി തീർക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ ഇതിനേക്കാൾ വലിയ രൂപത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിലൂടെ പിടികൂടിയ വലിയ വലിയ ആളുകളെ കുറിച്ചും സമൂഹത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ വാചാലമാകുന്നുണ്ട്. അതെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ അവർക്ക് ആ ശിക്ഷ ലഭിക്കാൻ കാരണമായത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ആ സമൂഹത്തിൽ നമ്മൾ കാണുന്നു എന്നത് തീർത്തും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശ്വാസികൾ ഇതിനെയെല്ലാം കാണേണ്ടത് ഇതിൽ നിന്നും തനിക്കെന്തെങ്കിലും ഗുണപാഠം ഉൾക്കൊള്ളാനുണ്ടോ എന്ന അർത്ഥത്തിലായിരിക്കണം. കേവലം ഒരു ന്യൂസ് കേട്ട് തീർക്കുക എന്നതിനപ്പുറത്ത്, കേവലം നമ്മുടെ ചായ്മാക്കാനിയിലെ ഒരു ചർച്ചാ വിഷയം എന്നതിനപ്പുറത്ത്, എന്താലേ എന്ന് നമ്മൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക എന്നതിനപ്പുറത്ത് ഇതിന്റെ പിന്നിലെല്ലാമുള്ള കരം റഹ്മാനായ റബ്ബിന്റേതാണെങ്കിൽ, അവൻ ഹക്കീമാണെങ്കിൽ, അവൻ യുക്തിമാനാണെങ്കിൽ ഇതിന്റെ പിന്നിലും അവൻക്ക് ചില യുക്തികളുണ്ട്, ചിലതൊക്കെ അവൻ ഉദ്ദേശിക്കുന്നുണ്ട്. എങ്കിൽ എന്താണ് അത് എന്ന് അവൻ തന്നെ നമ്മളെ പഠിപ്പിച്ച പലതുമുണ്ട്. അതൊന്ന് കാതോർക്കാനാണ് ഇന്നത്തെ ഒരു ഖുതുബയിൽ ഈ ഉള്ളവർ ശ്രദ്ധിക്കുന്നത്. സുഹൃത്തുക്കളെ, എന്തൊക്കെ കാരണങ്ങളെ കൊണ്ടാണ് അള്ളാഹു ഒരു സമൂഹത്തിലേക്ക് ശിക്ഷ അയക്കുക എന്ന് റബ്ബ് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് എന്താണെന്നറിയോ? ഒന്നാമത് പറയാണ് റബ്ബ്, മറ്റുള്ളവരെ നശിപ്പിക്കുവാനും ഉന്മൂലനം ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ടീം തുനിയുമ്പോൾ, അകാരണമായി കൊണ്ട് തുനിയുമ്പോൾ അവരെ നശിപ്പിക്കുക എന്നുള്ളത് റഹ്മാനായ റബ്ബിന്റെ ബാധ്യതയാണ് എന്ന്. അള്ളാഹുവിന്റെ അടിമകളെ ഒരു കാരണവുമില്ലാതെ നശിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ ഒരുമ്പെട്ടിറങ്ങുന്നുണ്ടോ അവർക്കൊക്കെയും റഹ്മാനായ റബ്ബ് കാത്തുവെച്ചത് അവരുടെ കാര്യം ഞാൻ ഏറ്റെടുത്തു കൊള്ളാമെന്നാണ്. മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെയും വിശ്വാസികളെയും വകവരുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു 9 പോക്കിരികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വകാന ഫിൽ മദീനത്തി തിസ്അതു റഹ്തിൻ. അവരെന്താ അവരുടെ കാര്യം എന്നറിയോ? യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. അവർ ഭൂമിയിൽ മുഴുവനും കുഴപ്പമുണ്ടാക്കുന്നവരായിരുന്നു, പക്ക പോക്കിരികളായിരുന്നു. ആ 9 അംഗം സംഘം പറഞ്ഞു, സ്വാലിഹിനെയും വിശ്വാസികളെ ഞങ്ങൾ കഥ കഴിക്കും. ഖാലൂ തഖാസമു ബില്ലാഹി ലനുബയ്യിതന്നഹു വഅഹ്ലഹു. അവനെയും അവന്റെ ആളുകളെയും രാത്രിയിൽ ഞങ്ങൾ കൊന്നു തള്ളുക തന്നെ ചെയ്യുമെന്നാണ്. അങ്ങനെ അവര് ചട്ടം കെട്ടി ഇറങ്ങി. പക്ഷെ റഹ്മാനായ റബ്ബ് ആയത്തിന്റെ ബാക്കിൽ പറഞ്ഞതെന്നറിയോ?
അവർ രാത്രിയിൽ വിശ്വാസികളെ വകവരുത്താനുള്ള എല്ലാ കുതന്ത്രങ്ങളും മേനിഞ്ഞിറങ്ങിയപ്പോ റബ്ബ് പറയാ വമകറൂ മക്റൻ വമകർനാ മക്റൻ, അവര് ചില കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു, പക്ഷേ അവരെക്കാൾ വലിയ കുതന്ത്രം നാം പ്രയോഗിച്ചു. വഹും ലാ യശ്ഉറൂൻ, അവർ അറിയാതെ, അവർ ഒരിക്കലും നിനക്കാതെ, അവരുടെ പ്ലാനിങ്ങിന്റെ ഏഴയലത്തിൽ പോലും എത്താത്ത, ഒരു നിലക്കും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി അവർക്ക് ഞാൻ നൽകി എന്നാണ്. അള്ളാഹ് ആ ചരിത്രത്തെ അവശേഷിച്ച് നമ്മളൊരു വർത്തമാനം പറയുന്നു, ഫൻദുർ, നിങ്ങൾ നോക്കണം, കൈഫ കാന ആഖിബതു മക്രിഹിം, അവരുടെ കുതന്ത്രത്തിന്റെ പര്യവസാനം എന്തായിരുന്നു? അന്നാ ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ, ആ 9 പേരെ മാത്രമല്ല, ആ 9 പേരെ നിലക്ക് നിർത്താൻ തുനിയാത്ത സമൂഹത്തെ മുഴുവനും റഹ്മാനായ റബ്ബ് നശിപ്പിച്ചു കളഞ്ഞു എന്ന റബ്ബ് പറയാ, ഫതിൽക ബുയൂതുഹും ഖാഫിയ. നോക്കൂ നിങ്ങൾ, അവരുടെ വീടുകളൊക്കെ കണ്ടോ? അവരുടെ വീടുകൾ ഇങ്ങനെ കണ്ടോ? അതിങ്ങനെ ചലനമറ്റ് കിടക്കുന്നു, അല്ലെ? കീഴ്മേൽ മറിഞ്ഞ് കിടക്കുന്ന വീടുകളെ നിങ്ങളൊന്ന് പോയി നോക്കൂ. എന്തിനാ? അള്ളാഹു ഒരു രസത്തിന് വേണ്ടി ചെയ്തതാ? അല്ല കൂട്ടരെ, റഹ്മാനായ റബ്ബ് ഒരിക്കലും ഒരു അടിമയെ അകാരണമായി കൊണ്ട് ശിക്ഷിക്കില്ല. ബിമാ വലമു, അവർ ചെയ്തു കൂട്ടിയ അക്രമങ്ങളെ കൊണ്ടാണ് റഹ്മാനായ റബ്ബ് അവർക്ക് ആ തിരിച്ചടി കൊടുത്തത് എന്ന. എന്നിട്ട് റബ്ബ് ആയത്ത് എങ്ങനെ അവസാനിപ്പിച്ചെന്നറിയോ? ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യഅലമൂൻ, അറിവുള്ള ജനതകളെ, നിങ്ങൾക്ക് ഇതിൽ വല്ലാത്ത ദൃഷ്ടാന്തമുണ്ട് എന്നതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മേൽ ലോക പോലീസ് ചമഞ്ഞ് മറ്റുള്ളവരെ എല്ലാ നിലക്കും നാമാവിശേഷമാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ പിന്നെ ചട്ടം കെട്ടി ഇറക്കുന്നുണ്ടോ അവർക്കൊക്കെയുമുള്ള റഹ്മാനായ റബ്ബിന്റെ നടപടി ക്രമമാണ്. ഈ പണിക്ക് വേണ്ടി ഇറങ്ങുന്നവർ കാത്തിരിക്കുന്നുണ്ടോ? അള്ളാഹു ഈ മുൻകാലക്കാർക്ക് അവർക്ക് കൊടുത്ത നടപടി ക്രമമല്ലാതെ അള്ളാഹിന്റെ നടപടിക്രമത്തിന് ഒരു മാറ്റം വരികയില്ല എന്ന. അള്ളാഹുവിന്റെ സുന്നത്താണിത്, പ്രകൃതിയിൽ റഹ്മാനായ റബ്ബ് വെച്ച സംവിധാനമാണിത്. ആരൊക്കെ ഇപ്പണിക്കിറങ്ങുന്നുണ്ടോ അവരെയും കാത്തിരിക്കുന്ന മുൻഗാമികൾ എരന്നു വാങ്ങിയ ശിക്ഷയാണെന്ന് റഹ്മാനായ റബ്ബ് പറയാണ്. അപ്പൊ ഒന്നാമത്തെ ശിക്ഷറങ്ങളുടെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അകാരണമായി പിന്നെ അള്ളാന്റെ അടിമകളെ വരട്ടാനും അതേപോലെ തന്നെ പിന്നെ തോൽപ്പിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ അവരുടെ കൈകാര്യകർത്തൃത്വം റബ്ബ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അമേരിക്കക്കാരെ പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് അവരെയാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? സ്വന്തം കഴിവിൽ അഹങ്കരിക്കുമ്പോഴാ സുഹൃത്തുക്കളെ റബ്ബ് ശിക്ഷിക്കുക. അനുഗ്രഹം കയ്യിൽ ഒതുക്കി നടക്കുന്നവനക്ക് റബ്ബിന് ശിക്ഷ ഉണ്ടെന്നല്ല പറഞ്ഞത്. കിട്ടിയ അനുഗ്രഹത്തിൽ മതിമറക്കുമ്പോൾ, അതിൽ അഹങ്കരിക്കുമ്പോൾ, ഞങ്ങളാണ് വലുതെന്ന് പറയുമ്പോൾ റഹ്മാനായ റബ്ബ് ഒരു വിടൂല എന്ന. ഒരു തോട്ടക്കാരുടെ കഥ പറയുന്നുണ്ട്. വദഖല ജന്നതുഹു, ഒരു മനുഷ്യനെ കുറിച്ച് പറയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മുന്തിയ തോട്ടം നൽകി. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം തോട്ടത്തിൽ പോയിട്ട് നോക്കുകയാണ്. വഹുവ വദഖല ജന്നതുഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അദുന്നു അൻ തബീദ ഹാദിഹി അബദാ, ഇതൊന്നും ഒരിക്കലും നശിച്ചു പോവുകയില്ല. വമാ അദുന്നു സഅത ഖായിമതൻ വല ഇർദിതു ഇലാ റബ്ബി ലഅജ്ദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. ഇനിയിപ്പോ ഞാൻ നാളെ പരലോകത്തെത്തി കഴിഞ്ഞാലും ഇതിനേക്കാൾ ഉഷാറായിക്കൊണ്ട് എനിക്ക് വേറെ കിട്ടുമെന്നാണ്. അപ്പൊ അവൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ എന്റെ സാമർത്ഥ്യം കൊണ്ട്, എന്റെ കരവിരുത് കൊണ്ട്, എന്റെ സ്കില്ല് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണെന്ന വല്ലാത്തൊരു വാക്ക് പറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, സുഹൃത്തെ ഇത് മാത്രം പറഞ്ഞാൽ പോരാ, റബ്ബിലേക്ക് ചേർത്തിയിട്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ മനുഷ്യൻ അതൊന്നും കേൾക്കണില്ല. അദ്ദേഹം തന്റെ സ്കില്ല് കൊണ്ട് നേടുന്ന അഹങ്കാരത്തിന്റെ ചില വർത്തമാനങ്ങൾ പറയാ. എന്നിട്ട് ആയത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയണം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ എങ്ങനെ എതിരേറ്റു എന്ന്. അവരുടെ ആ കായ്ക്കനികൾക്കൊക്കെ ഒരു ശിക്ഷ വലയം പ്രാപിച്ചു എന്ന. അദ്ദേഹം പോയി നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കൃഷിയിടങ്ങളും തോട്ടങ്ങളും അതാ വേരോടുകൂടെ മറിഞ്ഞു കിടക്കുന്നു. അതിനൊക്കെ ചെലവാക്കിയ ക്യാഷ് ആലോചിച്ച് അദ്ദേഹം ഇങ്ങനെ കൈകളും മുകളിലേക്ക് ഇങ്ങനെ പൊക്കിയിട്ട് പറയുന്ന ചില വാക്കുണ്ട്. എന്റെ റഹ്മാനായ റബ്ബ് എനിക്ക് നൽകിയതിൽ മറ്റൊരാളെ പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നതാണ്.
ഒക്കെ റബ്ബിനൊക്കെ കൊടുക്കണമായിരുന്നു. എല്ലാ ക്രെഡിറ്റും റബ്ബിന് കൊടുക്കണമായിരുന്നു. അത് സ്വന്തം പോക്കറ്റിലിടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അഹങ്കാരത്തിന്റെ ഒരു രൂപം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വന്നപ്പോ റബ്ബ് കൊടുത്ത പണിയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് അഹങ്കരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കിട്ടിയതിലും നേടിയതിലും റഹ്മാനായ റബ്ബിന്റെ ഔദാര്യമാണെന്ന് മനസ്സിലാക്കുക. ഹദാ മിൻ ഫദ്ലി റബ്ബി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ, അഷ്കുർ, ഞാൻ നന്ദി കാണിക്കുമോ, അമക്ഫുർ, ഞാൻ നന്ദി കേട് കാണിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അഹങ്കരിക്കുന്നുണ്ടോ നമ്മൾ അള്ളാഹുവിന്റെ ശിക്ഷയെ എരന്ന് വാങ്ങുകയാണ് എന്ന. ഒന്നുമില്ലാത്തവനായിരുന്നു ഖാറൂൻ. മൂസാ നബി അലൈഹി സ്വലത്തു വസ്സലാമിയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. മൂസാ നബി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്ത് കിട്ടി. ഒരുപാട് സമ്പത്തിന്റെ അധിപനായി അദ്ദേഹം മാറി. അദ്ദേഹം സമ്പത്ത് കുമിഞ്ഞു കൂടിയപ്പോൾ സമ്പത്ത് മാത്രമല്ല കൂടിയത്, അദ്ദേഹത്തിന്റെ അഹങ്കാരവും കൂടി, സ്വഭാവം മാറി. അദ്ദേഹം പറഞ്ഞു, ഇത് എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാ. റബ്ബ് കൊടുത്ത ശിക്ഷ സഹോദര ഏത് പിഞ്ചു കുട്ടിക്കും അറിയാം. റബ്ബ് പറഞ്ഞു സൂറത്തുൽ ഖസസ്, ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൊട്ടാരങ്ങളെ മുഴുവനും റഹ്മാനായ റബ്ബ് ഭൂമിയിലേക്കണ്ട് ആഴ്ത്തിക്കളഞ്ഞു എന്നാണ്. ഭൂമിയിലേക്കണ്ട് ആഴ്ത്തിക്കളഞ്ഞു എന്നാണ്. അദ്ദേഹത്തിന് ഈ ശിക്ഷ വരും ഒരു കുട്ടി പോലും, സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് ഒരു കുഞ്ഞു പോലും ആ ശിക്ഷയിൽ നിന്നും അദ്ദേഹത്തെ തടുക്കാൻ ഉണ്ടായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റബ്ബ് അങ്ങോട്ട് ശിക്ഷിക്കാൻ തീരുമാനിച്ച പിന്നെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. ഒരു ചെറിവരല് പോലും മനക്കാനുള്ള സ്വാധീനം നമുക്കുണ്ടാവില്ല. മൂന്നാമത്തെ കാരണം എന്താണെന്നറിയോ? ദുർബലരായ ആളുകളോട് വീമ്പ് പറയുന്ന ആളുകളാണ്, ഭീഷണിപ്പെടുത്തുന്ന ആളുകളാണ്. ശിക്ഷ കിട്ടാനുള്ള മറ്റൊരു കാരണം വിശ്വാസികളെ പുറത്താക്കുന്നു പറഞ്ഞ ആളുകളുണ്ട്. വഖാലല്ലദീന കഫറു ലിറുസുലിഹിം, അല്ലാഹ് പറയാ വിശ്വാസികളോടും അവരുടെ പ്രവാചകന്മാരോടൊക്കെ ചില ആളുകൾ പറഞ്ഞു, ലനുഖ്രിജന്നകും മിൻ അർളിനാ, ഞങ്ങളുടെ ഭൂമി നിങ്ങളെ നാട് കടത്തും. ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ, ഇല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ മതത്തിൽ കൊണ്ട് പോന്നോളി, ഞങ്ങളുടെ കൂടെ ചേർന്നോളും. ഈ ആദർശം പറഞ്ഞിട്ടൂടെ നടക്കാനാണോ ശ്രമം? നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ രക്ഷിതാവ് അവർക്ക് വഹി കൊടുത്തു. എന്താ വഹി? ഈ ലെവലിലുള്ള അക്രമകാരികളായ ആളുകൾ റഹ്മാനായ റബ്ബ് നശിപ്പിക്കുമെന്നല്ല, നശിപ്പിക്കുക തന്നെ ചെയ്തിരിക്കുമെന്ന ഉറപ്പിന്റെ ഒരു രൂപമാണ് അവിടെ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ പണിക്ക് ഒരുമ്പെടുന്ന ആളുകൾക്കും റഹ്മാനായ റബ്ബ് ശിക്ഷ കൊടുക്കുമെന്ന. നാലാമത്തെ ടീമാരാന്നറിയോ? പാവപ്പെട്ട ആളുകളെ അവഗണിക്കപ്പെടാ സുഹൃത്തുക്കളെ. അത് നമ്മുടെ ലൈഫിലുണ്ടോ നമ്മൾ നല്ലോണം ആലോചിക്കണം. പാവപ്പെട്ട ആളുകളുടെ അവകാശങ്ങൾ പിടിച്ചു വെക്കുന്നുണ്ടോ? സ്വതക്കകളായി, സകാത്തിന്റെ മുതലായി പാവപ്പെട്ട ആളുകൾക്ക് നമ്മുടെ ഓഹിൽ നിന്ന് കിട്ടേണ്ട ഒരു ഭാഗത്തെ നമ്മൾ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ശിക്ഷ എരന്ന് വേടിക്കും തുല്യമാണെന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നല്ല സമ്പത്ത് കൊടുത്ത ചില ആളുകള് അവര് പറഞ്ഞു, അല്ലാഹ് പറയാണ് പിന്നെ സൂറത്തുൽ ഖലമിൽ, ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന, തോട്ടക്കാരുടെ ഒരു കഥ പറയുന്നുണ്ട്. നാം പരീക്ഷിച്ചു. എന്താ? ഒരുപാട് നിഅമത്തുള്ളവർക്ക് കൊടുത്തു. അപ്പൊ ഈ തോട്ടത്തില് വിളവെടുക്കുന്ന സമയത്ത് സാധുക്കളായ ആളുകൾ കൊടുക്കണം, അതാണ് അതിന്റെ പതിവ്. പക്ഷെ അവർക്ക് കിട്ടിയത് മുഴുവനും ഞങ്ങൾക്ക് തന്നെ വേണമെന്ന സ്വാർത്ഥ ലാഭത്തോടുകൂടെ, ആ ഒരു ചിന്താഗതിയോടുകൂടെ പാവപ്പെട്ട ആളുകളെ പരിഗണിക്കാതെ അവർ രാത്രി പോയിട്ട് ഈ വിളവുകൾ എടുത്ത് പോരാനാണ് അവരുടെ പ്ലാന്. അങ്ങനെ ഒരു നേരം വെളുക്കമ്പത്തിന് പോകാണ് ആളുകൾ എത്തുന്നതിന് മുമ്പ്. അല്ലാഹ് പറയുന്നുണ്ട്, ഫന്തലഖൂ വഹും യതഖാവതൂൻ അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ. ഒരു പ്ലാൻ പറയാ, ഇതിൽ നേരത്തെ പോകണം, പാത്തും പതിഞ്ഞും പോകണം, വിളവുകളെല്ലാം നമുക്ക് തന്നെ ആക്കണം. ഒരു മിസ്കീന് പോലും ഇത് അറിയാൻ പാടില്ല. കാരണം മിസ്കീന് വന്ന പിന്നെ കൊടുക്കല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ്. ആ പ്ലാനുമായി കൊണ്ട് അവിടെ എത്തുന്നത്. അതിനുള്ള എല്ലാ കോപ്പും കൂട്ടിയിട്ട് പിന്നെ അവരുടെ ആ കൃഷിഭൂമിയിലേക്ക് എത്തിയപ്പോൾ എന്തായിരുന്നു റഹ്മാനായ റബ്ബ് മുമ്പ് പറഞ്ഞു വെച്ചു. എന്താ? അവർ ഉറങ്ങിക്കൊണ്ടിരിക്കും. പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് രാത്രി ഉറങ്ങി, പിറ്റേ ദിവസം സുബഹിക്കാണ് അവർ പോകുന്നത്. ആ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് അവരിങ്ങനെ ഉറങ്ങണ ആ സമയം കൊണ്ട് റഹ്മാനായ റബ്ബ് ഒരു ശിക്ഷ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് അത് മുഴുവനും വെട്ടി നശിപ്പിക്കപ്പെട്ട കോലത്തിലാക്കി എന്നുള്ളതാണ്. രാവിലെ പാത്തും പതുങ്ങി പോയപ്പോ ആ സംഗതി അവിടെ കാണാനില്ല എന്നുള്ളതാണ്.
അവർ പറഞ്ഞു ഫലമ്മാ റഔഹാ ഖാലൂ ഇന്നാ ലദാലൂൻ. നേരിൽ കണ്ടപ്പോഴാണ് ഞങ്ങൾ വഴിപിഴച്ചല്ലോ, ഞങ്ങൾക്ക് പറ്റിയ അമളി മനസ്സിലായത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനുള്ള വകുപ്പ് എന്തെങ്കിലും അവനാന്റെ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കൊടുത്താളി. ഇല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി ചെലവാക്കേണ്ട ഒരു ദുരന്തത്തിലേക്ക് ഒരു പക്ഷെ നമ്മൾ എടുത്തെറിയപ്പെടും. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇസ്ലാമിനെ കളവാക്കുന്ന എല്ലാ നാടിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിന് മുമ്പ് പിടികൂടിയിരിക്കുമെന്നും അല്ലാഹ് പറയുന്നു. സൂറത്തുൽ ഇസ്രാ ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച 58ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു വഇൻ മിൻ ഖർയത്തിൻ ഇല്ലാ നഹ്നു മുഹ്ലികുഹാ ഖബല യൗമിൽ ഖിയാമ. എന്താ? കാഫിറുകളായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ ഉൾക്കൊള്ളാതെ അതിനെതിരെ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ ഗ്രാമങ്ങളുണ്ടോ അന്ത്യനാളിന് മുമ്പ് ഞാൻ അവരെ നശിപ്പിക്കാതിരിക്കുകയില്ല. ഔ മുഅദ്ദിബുഹാ അദാബൻ ശദീദ, അല്ലെങ്കിൽ ശക്തമായ ശിക്ഷ അവരിലേക്ക് ഞാൻ അയക്കാതിരിക്കുകയില്ല. കാന ദാലിക ഫിൽ കിതാബി മസ്തൂറ, അത് ലൗഹുൽ മഹ്ഫൂദ് റഹ്മാനായ റബ്ബ് എഴുതി രേഖപ്പെടുത്തി വെച്ചതാ എന്നാ ഇമാം സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് വിശദീകരിക്കുമ്പോൾ പറയുന്നു ഫൽയുബാദിരിൽ മുകദ്ദിബൂന ബിൽ ഇനാബതി ഇലല്ലാഹ്. അതുകൊണ്ട് എന്താ, അല്ലാഹുവിൽ അവിശ്വസിക്കുന്ന ആളുകളെ നിങ്ങൾ റഹ്മാനായ റബ്ബ് ഈ പറഞ്ഞു വെച്ച വാചകത്തെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് ഖേദിച്ചു മടങ്ങിക്കോ എന്നാണ്. ഇല്ലെങ്കിൽ ഈ വാക്ക് നിങ്ങളുടെ മേൽ സ്ഥിരപ്പെടും തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ് നമ്മൾ മനസ്സിലാക്കുക. ആറാമതായി കൊണ്ട് എന്തിനാണെന്നറിയോ? തെറ്റുകൾ അവസാനിപ്പിച്ച സുഹൃത്തുക്കളെ മടങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അല്ല വെറുതൊന്നും ആരെയും ഒന്നും ചെയ്യൂല. അല്ല പറയാം ജനങ്ങളുടെ കയ്യിലിരിപ്പ് കാരണമാണ് ഭൂമിയിലും പിന്നെ കടലിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത് എന്നാണ്. അല്ല പറയണ്ടേ അവർ ചെയ്തതിന് കുറച്ചൊക്കെ എല്ലാത്തിനും കൂടെ കൊടുക്കണില്ല. ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് എന്നുള്ള നിലയ്ക്ക് ചിലതൊക്കെ ഞാൻ കൊടുക്കും. എന്തിനാത്? ലഅല്ലഹും യർജിഊൻ, ഒന്ന് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് റബ്ബിലേക്ക് തിരിച്ചു മടങ്ങി വരാനുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നോട്ടെ എന്നുള്ള നിലക്കാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ തെറ്റുകൾ തിന്മകൾ അധികരിക്കുമ്പോൾ അള്ളാന്റെ ശിക്ഷ ഇറങ്ങുമെന്ന് പറഞ്ഞതിനെ നമ്മൾ അമേരിക്കയിലേക്ക് മാത്രം ചേർത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ ലൈഫിലേക്കൊക്കെ അത് കൊണ്ടുവരണം, അല്ലേ? ഈ പറയപ്പെട്ട അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് ആലോചിക്കണം. എന്താ? തെറ്റുകൾ മുഴുകിയാണോ നമ്മൾ ജീവിക്കുന്നത്? നല്ലോണം ആലോചിക്കണം. പ്രത്യേകിച്ച് രഹസ്യ ജീവിതം കിട്ടിയതിൽ നമ്മൾ അഹങ്കരിക്കുന്നുണ്ടോ? നല്ലോണം ആലോചിക്കണം. പാവപ്പെട്ട ആളുകളെ പരിഗണിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. അവരുടെ അവകാശം സദഖയായും സക്കാത്തായും ഉള്ളത് നമ്മൾ പിടിച്ചു വെക്കുന്നുണ്ടോ? നല്ലോണം ആലോചിക്കണം. ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട സംഗതികളൊക്കെ നമുക്ക് കൂടെയുള്ള ഒരു മുന്നറിയിപ്പാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട ഭാഗങ്ങൾ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപാട് ബോധ്യപ്പെടുത്തലുകൾ വീണ്ടും വീണ്ടും നമുക്ക് നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്നറിയോ? മനുഷ്യന്മാർ എത്രത്തോളം നിസ്സാരന്മാരാണ് എന്നതാണ്. എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാൽ അവൻ നിസ്സാരനാണ്. അള്ളാന്റെ മുമ്പിൽ അവൻ നിസ്സാരനാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടുള്ളത് ദുർബലനായിക്കൊണ്ടാണ് എന്ന് റഹ്മാനായ റബ്ബ് പറയാണ്, അല്ലെ? എല്ലാം ഞങ്ങളുടെ കൈകളിലാണ്. ആധുനിക മെഷീനറികൾ എല്ലാം ഉണ്ട്. എല്ലാറ്റിന്റെയും മുൻപിൽ നിൽക്കുന്ന ഒരു ടീമാണ്. കുറച്ച് അകലെ വരുന്നൊരു തീനെ അണക്കാൻ പറ്റാതെ ഇങ്ങനെ കയ്യും പിന്നെ ഇങ്ങനെ മലർത്തി നിൽക്കുകയാണ്. എന്തൊക്കെ ചെയ്തു നോക്കി, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു നോക്കി, അവരുടെ കൈകളിൽ എല്ലാ സംഗതികളും ഇറക്കി നോക്കി, നടക്കണില്ലല്ലോ, നടക്കണില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാല് മനുഷ്യന്മാർ അത്രമേൽ നിസ്സാരന്മാരാണ് എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കഴിവും ഉള്ളത് നമ്മുടെ റബ്ബിനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്റെ റബ്ബിനാണ് കഴിവുള്ളത്, ഞാൻ വളരെ നിസ്സാരനാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് എന്ന് റബ്ബ് പറഞ്ഞില്ലേ? കൂട്ടരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് അങ്ങേറ്റ ആവശ്യക്കാരാണ്. എന്തെല്ലാം നേടിയാലും എത്ര ഉയർന്നാലും എന്തെല്ലാം സമ്മതിച്ചാലും എന്റെ റബ്ബ് എനിക്ക് നൽകിയത് ഞാൻ എപ്പോഴും നല്ല ആവശ്യക്കാരൻ എന്നൊരു വിനയത്തിന്റെ ഒരു മനസ്സ് നമ്മിൽ ഇല്ല എങ്കിൽ സുഹൃത്തുക്കൾ പ്രശ്നമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ലോകം നിയന്ത്രിക്കുന്ന സുഹൃത്തുക്കൾ ആരാ? അത് അള്ളയാണ് എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ ഒരു സംഗതി വേറെ വരാണ്ടോ?
അല്ലെ? പലരെയും കുറിച്ചിട്ട് വിശ്വസിക്കാതെ ഇന്ന ഷെയ്ഖാണ്, ഇന്ന ആളാണ്, ഇന്ന ഹോജയാണ്, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകം നിയന്ത്രിക്കുന്നത് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. നോക്കൂ, നിങ്ങൾ ഒരു കാറ്റിങ്ങോട്ട് വന്നപ്പോ, ഒരു തീയിങ്ങോട്ട് വന്നപ്പോ അതിനെ പോലെ നിയന്ത്രിക്കാൻ ആളുകൾക്ക് കഴിയണില്ല. ഇത് പാര നിർത്തേണ്ടത്, അത് എങ്ങനെയാ ശമിക്കുക? അത് റഹ്മാനായ റബ്ബ് അങ്ങോട്ട് തീരുമാനിച്ചാലേ അത് നിൽക്കൂ. റഹ്മാനായ റബ്ബ് അങ്ങോട്ട് തീരുമാനിച്ചാലേ നിൽക്കൂ. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് കാറ്റും ഗോളങ്ങളും എല്ലാം ഉള്ളത്. കാറ്റും തീയുമൊക്കെ അള്ളാഹുവിന്റെ സൈന്യമാണ് എന്ന് വരെ ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയത്തുൽ കുർസിയിൽ തന്നെ നമ്മൾ എപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വാക്കുകൾ എന്താ സുഹൃത്തുക്കളെ? ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. നമ്മൾ പറഞ്ഞില്ലേ, ആകാശ ഭൂമിയുള്ളത് മുഴുവൻ അവന്റേതാണ്. അതിന്റെ നിയന്ത്രണാധികാരം റഹ്മാനായ റബ്ബിന്റേതാണ്. വീണ്ടും ഇങ്ങനെ വരുമ്പോ പറയും വസ്അ കുർസിയുസ് സമാവാതി വൽ അർള. അവന്റെ അർശ്, അവന്റെ കുർസി ഈ ആകാശ ഭൂമികളെ മുഴുവൻ വിശാലമായിക്കൊണ്ട് അതിനെ വിശാലപ്പെടുത്തുന്ന സംഗതിയാണ്. ഇതിനെല്ലാം വലയം ചെയ്യുന്നതാണ്. വലാ യഊദുഹു ഹിഫ്ളുഹുമാ. ആകാശ ഭൂമികളെ മുഴുവൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിൽ അള്ളാഹ്ക്ക് യാതൊരുവിധ ക്ഷീണമില്ല എന്നാ പറയണത്. ക്ഷീണമല്ല, ഉറക്കല്ല, ഉറക്കത്തിന് മുൻപുള്ള തൂക്കിയുറക്കം പോലും ഇല്ല റബ്ബിന്. അങ്ങനെ കൊണ്ടു നടക്കുന്നതാണ് ഈ ലോകമെങ്കിൽ അതിനുള്ള കഴിവ് റഹ്മാനായ റബ്ബിന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനെ പറ്റിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 10 പോയിന്റുകളാണ് ഒറ്റ ആയത്തിൽ കുർസിയിൽ വരുന്നത്. അതുകൊണ്ടാണ് ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തായിട്ട് ആയത്തുൽ കുർസി മാറിയിട്ടുള്ളത്. അത് അള്ളാന്റെ കഴിവാ പറഞ്ഞ ആ കഴിവുകളൊക്കെ മറ്റുള്ളവർക്ക് ചാർത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു പിഴച്ച വിശ്വാസം നമുക്ക് ഉണ്ടാകരുത്. ലോകം നിയന്ത്രിക്കുക ഇന്ന ഔലിയാണ്, CM ആണ്, മറ്റൊരാണ്, മറിച്ചവരാണെന്നൊക്കെ പറയുമ്പോൾ അത് ഈ പറയപ്പെട്ടതിനൊക്കെ നഖശികാന്തം എതിർക്കുന്ന ആദർശമാണ് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ. ശിക്ഷകളെ കുറിച്ച് ഇങ്ങനെ ഇറങ്ങുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ഇറങ്ങാതിരിക്കാൻ വല്ല കാര്യം ഉണ്ടെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. ഉണ്ട് എന്നാണ് അല്ലാഹു റസൂൽ നമ്മൾ പഠിപ്പിക്കുന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന ഫിൽ അർളി അമാനാനി മിൻ അദാബില്ലാഹ്. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നതിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്ന 2 കാര്യങ്ങളുണ്ട് ഭൂമി ലോകത്ത്. 2 കാര്യങ്ങൾ. ഒന്നെന്താണെന്നറിയോ? ഫറുഫിഅ അഹദുഹുമാ ഫദൂനകുമുൽ ആഖർ. എന്താ? ഒന്ന് ഉയർത്തപ്പെട്ടു. ഒന്നെന്താ? മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യമായിരുന്നു. പ്രവാചകൻ ഉള്ള കാലത്ത് ആ ശിക്ഷ ഇറങ്ങൂല, പക്ഷെ പ്രവാചകൻ പോയി. ഇനി ഒന്നേ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ. ഫതമസ്സകൂ ബിഹി. അതിനെ നിങ്ങൾ പിടിച്ചു വെച്ചാൽ, അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ റഹ്മാനായ റബ്ബിന്റെ ശിക്ഷ ബാധിക്കുകയില്ല എന്നാണ്. ഫഅമ്മൽ മർഫൂഉ ഫറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅമ്മൽ ബാഖി മിൻഹുമാ ഫൽ ഇസ്തിഗ്ഫാറു. ഏതാ ബാക്കി നിൽക്കുന്നത്? ഇസ്തിഗ്ഫാറ. ഇത് അദ്ദേഹത്തിന്റെ വക പറഞ്ഞതല്ല, റഹ്മാനായ റബ്ബിന്റെ ഒരു ആയത്ത് അദ്ദേഹം തെളിവ് പിടിച്ചു. എന്താ? വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയെ, താങ്കൾ അവിടെയുള്ളിടത്തോളം കാലം അവരെ നാം ശിക്ഷിക്കുകയില്ല. വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം അവരെ അല്ലാഹു ശിക്ഷിക്കുകയില്ല. അതുകൊണ്ട് അള്ളാന്റെ ശിക്ഷ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ അഗ്നിഗോളങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്കും നമ്മുടെ വീട്ടിലേക്കും എന്ന് സുഹൃത്തുക്കളെ, അടുത്തൊരു മാധ്യമത്തിലെ ചർച്ച നമ്മളാണെങ്കിൽ നഊദു ബില്ലാഹ് എന്താ നമ്മുടെ അവസ്ഥ? നമ്മൾ കെട്ടിപ്പടുത്തുണ്ടാക്കിയ ആയുസ് മുഴുവനും സ്വരുക്കൂട്ടി ഉണ്ടാക്കിയ വീട് ഇങ്ങനെ അഗ്നിക്കിരയായി കിടക്കണത് നഊദു ബില്ലാഹ് നോക്കി നിൽക്കാൻ നമുക്ക് കഴിയോ? നമ്മുടെ മക്കൾ വെന്തുരുങ്ങുന്ന നോക്കി നിൽക്കാൻ നമുക്ക് കഴിയുമോ? എല്ലാം നഷ്ടപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളിൽ പോയി മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേടിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയുമോ നമുക്ക്? എങ്കിൽ പേടിച്ചാൽ മാത്രം പോരാ, അവസ്ഥകളെ തടുക്കുന്ന ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് എന്നൊന്നും മനസ്സ് തട്ടിച്ചൊല്ലാൻ സഹോദര എന്താ നമുക്ക് നഷ്ടം? എന്താ നമുക്ക് തടസ്സം? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും രാവിലെയും വൈകുന്നേരവും 100 തവണ ചൊല്ലിയില്ലേ? ഏറ്റവും ചുരുങ്ങിയ 100 തവണ ചൊല്ലിന്നല്ലേ രാവിലെ വൈകുന്നേരമൊക്കെ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച സുഹൃത്തുക്കളെ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദിക്റുകളും ദുആകളും ഒക്കെ പെരുപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ റഹ്മാനായ റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം കാരണമാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്കോ ഏതൊരു വിഭാഗത്തെ കുറിച്ച് മാത്രമോ ചിന്തിക്കുന്നതിനപ്പുറത്ത് നമ്മളെപ്പോഴും നമ്മളെ കുറിച്ച് പേടിക്കുക, നമ്മളെ കുറിച്ച് ചിന്തിക്കുക. എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരതുക. ആ പറയപ്പെട്ട കാരണങ്ങൾ, ആ ശിക്ഷക്ക് വിധേയമാകുന്ന കാരണങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് ചിന്തിക്കുകയും ഉണ്ടെങ്കിൽ തിരുത്തുകയും റബ്ബിലേക്ക് മാപ്പപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ, അള്ളാഹുവെ അവരുടെ എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ റബ്ബേ. നാളെ അവരെയും ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഓരോ ഘട്ടങ്ങളിലും നിന്റെ ചെയ്തികളുടെ പിന്നിലുള്ള ആ ഒരു യുക്തിയെ തിരിച്ചറിയുവാനും ജീവിതത്തെ പരിവർത്തിപ്പിക്കാനും നിന്നിലേക്ക് അടുക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നിലനിർത്തി തരണമേ റഹ്മാനെ. കേട്ട കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള അപാരമായ തൗഫീഖ് റബ്ബേ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിലും മക്കളിലും ഒക്കെ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. രോഗം കൊണ്ടും കടം കൊണ്ടുമൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ, സഹോദരിമാർ, അള്ളാഹു എല്ലാവരുടെയും പ്രയാസം ദൂരീകരിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.